നമുക്കൊരാളോട് പ്രണയം തോന്നുക, അയാളോട് മാത്രം തോന്നുക, പിന്നീട് അതെങ്ങനെയെങ്കിലുമൊക്കെ പോയാലും ആ ഒരു ഇഷ്ടം വേറൊരാളോട് തോന്നാതിരിക്കുക, ഇതൊക്കെ അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ലവിൻ്റെ പുറകിലുള്ള സയൻസിനെ പറ്റിയിട്ട് നമുക്ക് നോക്കിയാലോ. പ്രണയിച്ചവർക്കും പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഞാൻ പറയുന്നത് ഉറപ്പായിട്ടും മനസ്സിലാവും. കാരണം അതൊരു പ്രത്യേക സിറ്റുവേഷൻ ആണല്ലേ. നമ്മളെ തന്നെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. പ്രണയിക്കുമ്പോഴാണെങ്കിലും അവരെ നഷ്ടപ്പെട്ടു പോകുമ്പോഴും ഒക്കെ ഉള്ളത് അത്രയും പെയിൻഫുള്ളായിട്ടുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ളൊരവസ്ഥ തന്നെയായിരിക്കും. എന്തുകൊണ്ടായിരിക്കാം ചിലരോട് മാത്രം നമുക്ക് ഇങ്ങനെയൊരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഫീല് തോന്നുന്നത്? എന്തുകൊണ്ടായിരിക്കാം അവരടുത്ത് വന്നിരിക്കുമ്പോൾ മാത്രം നമുക്കൊരു പ്രത്യേക അടിമേറ്റിൽ ബട്ടർഫ്ലൈ അല്ലെങ്കിൽ മഞ്ഞ് വീഴുക എന്നൊക്കെ പറയുന്നത് ആ സുഖം കിട്ടുന്നത്? എന്തുകൊണ്ടായിരിക്കാം ആ ഒരു ഫീലിങ്സ് വേറൊരാളോടും തോന്നാത്തത്? ഇതിൻ്റെ പുറകിലൊക്കെ ഒരു സയൻസ് ഉണ്ട്. നമ്മൾ പ്രണയിക്കുന്ന ഒരാൾ നമ്മളെ അടുത്ത് വന്നിരിക്കുമ്പോൾ 3 കെമിക്കൽസ് ബ്രെയിനിൽ റിലീസ് ചെയ്യുന്നുണ്ട്. ഒന്ന് നോറഡ്രിനാലിൻ. ഇതാവുമ്പോൾ നമ്മളെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ടപ്പ് 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 ഇങ്ങനെ വരും, കൈയെല്ലാം ഭയങ്കര സ്വെറ്റാകും. ഫിനൈലെത്തിലാമിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് നേരത്തെ പറഞ്ഞോളൂ അടിവയറ്റിൽ ബട്ടർഫ്ലൈ ആ ഒരു പടപ്പില്ലേ അതും ഉണ്ടാക്കും. അതുപോലെ ഡോപ്പാമിൻ നല്ലൊരു ഗുഡ് ഫീൽ വരും. ഇത്രയാണ് റിലീസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ 3 സ്റ്റേജസിലൂടെ അവർ കടന്നു പോകും. ഫസ്റ്റ് ലാസ്റ്റ് അതിൽ ടെസ്റ്റോസ്റ്റിറോണും ഈസ്ട്രോജനും ഒക്കെ അവരെ സഹായിക്കും. പിന്നെ അട്രാക്ഷൻ, പിന്നെ അത് അറ്റാച്ച്മെൻറ്റിലോട്ട് പോകും. ഈ 3 ഫേസ് കടക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നും അല്ല അല്ലേ? നിങ്ങൾക്ക് പ്രണയമുണ്ടോ? നിങ്ങളിപ്പോൾ ഇതിൽ ഏത് സ്റ്റേജിലാണുള്ളത്? ഫൈറ്റൊക്കെയാണോ? എന്നാൽ മിക്കവാറും 3ാമത്തെ സ്റ്റേജ് തന്നെ ആയിരിക്കും. പ്രണയമുണ്ടോ നിങ്ങൾക്ക്? എനിക്കുണ്ട് ഒരു മനോഹരമായിട്ടുള്ള പ്രണയം.